ഹായ്, ഞങ്ങളുടെ അടുത്ത വിദേശയാത്ര മൗറീഷ്യസിലേക്കാണ്. ഇത് ഞങ്ങളുടെ 38ാമത്തെ രാജ്യമാണ്. ഈ യാത്ര ഞങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ഞങ്ങൾ ജനുവരിയിലൊക്കെയാണ് ഒരു വിദേശയാത്ര, അതായത് അടുത്തൊരു വിദേശയാത്രയെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ആലോചിച്ചത് കെനിയയിൽ പോകാമെന്നായിരുന്നു. ഈ കെനിയയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കാലം കൊണ്ട് കെനിയ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കെനിയയിൽ പോകാൻ വേണ്ടിയൊക്കെ ഏകദേശം കുറച്ച് നോക്കി വന്നിട്ട് നമ്മുടെ 2-3 ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പക്ഷേ ചെറിയൊരു ഇഷ്യൂ പറഞ്ഞത്. കാരണം കെനിയയിൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെനിയ അത്ര നല്ല സമയമല്ല ഈ ഏപ്രിൽ ട്രിപ്പ് പോകാൻ വേണ്ടി. കഴിച്ച ഈ ഏപ്രിൽ ഈ ഒരാഴ്ച അവധി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു യാത്ര ഈ ആഴ്ച തന്നെ പോകാൻ വേണ്ടി തീരുമാനമെടുത്തത്. അപ്പോൾ കെനിയയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത ചിന്ത ജോർജിയയും അസർബൈജാനും കൂടെ പോകാമെന്നായിരുന്നു. അപ്പോൾ ജോർജിയയും അസർബൈജാനും നോക്കിയപ്പോഴും അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് ഈ 2 രാജ്യങ്ങളൂടെ കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഉദ്ദേശം ഒരു 10-12 ദിവസമെങ്കിലും മിനിമം വേണം. അപ്പോൾ പക്ഷേ ഞങ്ങളിൽ അവിടെ ഒരാഴ്ച ഒരു 8 ദിവസത്തെ സമയമേ ഉള്ളൂ. അപ്പം പിന്നെ അടുത്ത ഇതാണ് ഈ മൗറീഷ്യസ് എന്നുള്ള രാജ്യത്തിലോട്ട് വരാനുള്ള കാരണം. മൗറീഷ്യസിലോട്ട് വരാൻ വേണ്ടി വേറെ കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, മൗറീഷ്യസ് ഒരു ഐലൻഡാണ്. ഐലൻഡ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് ഈ ഐലൻഡ്. അപ്പം അതുകൊണ്ട് തന്നെ ഐലൻഡ് ഒരു എക്സ്പ്ലോർ ചെയ്യണത് പൊതുവേ നല്ല ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മൗറീഷ്യത്തിലോട്ട് ഉള്ള ചിന്ത വന്നതും. മൗറീഷ്യസിന് വേറെ കുറച്ച് പ്രത്യേകതകളുള്ളത്, ഒന്ന്, ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്. വിസ നമുക്ക് ഇന്ത്യക്കാർക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ പ്രോസസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊച്ചു ഐലൻഡാണ്. അതായത് 80 കിലോമീറ്റർ അതിന് നോർത്ത് ടു സൗത്ത് ദൂരമുള്ളൂ. പിന്നെ വെസ്റ്റ് ടു ഈസ്റ്റ് അറൗണ്ട് 50 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു പ്രത്യേകത, അവിടെ നമുക്ക് കാറ് റെൻറ്റിനെടുത്ത് സെൽഫ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര, അതായത് ഇൻറ്റേർണൽ യാത്രയ്ക്ക് വലിയൊരു പ്രശ്നമില്ല. അടുത്ത ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത്, നമുക്ക് ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് തന്നെ മുഴുവൻ ആ രാജ്യവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്ററിൻ്റെയൊക്കെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാറും കൂടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അടുത്ത ഒരു പ്രത്യേകത നോക്കിയത്, ആ ഒരു സമയത്തേക്ക് ഫ്ലൈറ്റ് ഫെയർ വലിയ കുഴപ്പമില്ല. ഏകദേശം ഒരു 40-42,000 രൂപ ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്. ഇത് ഞങ്ങൾ നോക്കിയത് ഇൻഡിഗോ എയർലൈൻസ് ആണ്. ഇൻഡിഗോ എയർലൈൻസ് ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, മൗറീഷ്യസ്, അങ്ങനെയായിരുന്നു ട്രിപ്പ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജനുവരിയിൽ ഏകദേശം ഒരു 2nd വീക്കിലായിട്ടാണ് നോക്കിയത്. 3rd വീക്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഏകദേശം 42,500 രൂപ പെർ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയായി. അതായത് ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, മൗറീഷ്യസ്. ട്രിവാൻഡ്രം, ബാംഗ്ലൂർ ഏകദേശം ഒരു 1.5 മണിക്കൂറും ബാംഗ്ലൂരിൽ നിന്ന് മൗറീഷ്യസ് ഏകദേശം ഒരു 6 മണിക്കൂറുമാണ് യാത്ര. ഇത് ഏകദേശം ഇന്ത്യയിൽ നിന്ന് 4,000 കിലോമീറ്ററാണ് ഈ ഒരു മൗറീഷ്യസിലേക്കുള്ള ദൂരം. ഈ മൗറീഷ്യസിന് വേറൊരു പ്രത്യേകത ഇന്ത്യയുമായിട്ടുണ്ട്. ഏകദേശം 70% ആൾക്കാർ ഇന്ത്യൻ ഒറിജിനാണ്. പണ്ട് അവിടെ ചെന്ന് സെറ്റിൽ ചെയ്തവരാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ജനുവരിയിൽ 3rd വീക്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ ബുക്ക് ചെയ്ത് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻഡിഗോയ്ക്ക് ഒരു ഓഫർ വന്നു. അപ്പോൾ ഓഫർ വന്നപ്പോൾ ഫ്ലൈറ്റ് ഫെയർ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കാളും കുറഞ്ഞു. പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്തതെല്ലാം നോൺ റീഫണ്ടബിൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ചായി. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ച് ആയാൽ ഈ എയർലൈൻസുകൾക്കൊക്കെ ഒരു പോളിസി ഉണ്ട്, നമുക്ക് ആ ഒരു ട്രിപ്പ് ഫുള്ള് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഒരു പൈസ പോലും നഷ്ടപ്പെടില്ല. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇത് മുതലെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അപ്പം തന്നെ റീബുക്ക് ചെയ്തു. അപ്പോൾ അതിൽ ഞങ്ങൾ ഏകദേശം 42,500 രൂപയ്ക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ്. ഇതിൻ്റെ ഒരു ക്യാൻസലേഷൻ വന്ന് റീബുക്ക് ചെയ്തപ്പോൾ അത് ഏകദേശം ഒരു 38,500 രൂപ പെർ ഹെഡായിട്ട് കുറഞ്ഞു. അത് നമുക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. അപ്പോൾ അടുത്ത ഞങ്ങളുടെ പരിപാടി ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടി മൊത്തത്തിലൊന്ന് തപ്പി നമ്മൾ സാധാരണ booking.com വഴിയാണ് സാധാരണ രീതിയിൽ ബുക്ക് ചെയ്യുക. അഥവാ അല്ലെങ്കിൽ booking.com നമ്മളൊരു പെർഫെക്റ്റ്
ആയിട്ടുള്ളൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ പല സൈറ്റുകളിലും അതിൻ്റെ ഫെയർ ഒന്ന് കമ്പയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ റിവ്യൂ ഒക്കെ നോക്കും. Booking.comൽ പൊതുവേ ഒരുവിധം നല്ല ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ സാധാരണ കിട്ടാറുണ്ട്. മൗറീഷ്യസിൽ ഏത് ലൊക്കേഷനിലാണ് ഞങ്ങൾക്ക് ആപ്റ്റായിട്ട് താമസിക്കാൻ പറ്റുന്നുള്ള സ്ഥലമൊന്ന് നോക്കി. അപ്പം പൊതുവേ ഒന്ന് തപ്പിയൊക്കെ നോക്കിയപ്പോഴേ പോർട്ട് ലൂയിസ് അല്ലെങ്കിൽ പോർട്ട് ലൂയിസിൻ്റെ നോർത്തിലായിട്ടുള്ള ഗ്രാൻഡ് ബേയിലായിട്ടാണ് നമുക്ക് താമസിക്കാൻ നല്ലതെന്ന് തോന്നി. ഞങ്ങൾ ഗ്രാൻഡ് ബേയിൽ 6500 രൂപ പെർ ഡേ റെൻറ്റിനുള്ള ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ വേറെ അഡ്വാൻറ്റേജ് ഉള്ള നമുക്ക് അത്യാവശ്യത്തിന് കുക്ക് ചെയ്യാം, കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ബീച്ചിന് വളരെ അടുത്താണ്, ഏകദേശം ഒരു 100 മീറ്ററൊക്കെ ഉള്ളൂ. മൗറീഷ്യസിലെ ഒഫീഷ്യൽ കറൻസി മൗറീഷ്യൻ റുപ്പിയാണ്. അത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു മൗറീഷ്യൻ റുപ്പി ഇന്ത്യയുടെ 1 രൂപ 87 പൈസയാണ്. അപ്പം നമ്മളെക്കാളും മൂല്യം കൂടിയതാണ് മൗറീഷ്യൻ റുപ്പി. പക്ഷേ നമുക്ക് അവിടെ യാത്ര പോകുമ്പോൾ നമ്മൾ USDയോ അല്ലെങ്കിൽ യൂറോയോ കൊണ്ടുപോയി MUR എന്നാണ്, അതായത് മൗറീഷ്യൻ റുപ്പിയെ MUR എന്നാണ് പറയുന്നത്. അപ്പം മൗറീഷ്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്താണ് സാധനം ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഫോറക്സ് കാർഡ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ അടുത്തത് നമ്മുടെ അടുത്ത കാര്യം എന്താണ്, ഒരു ഇൻറ്റേർണൽ ട്രാവലിന് വേണ്ടി ഒരു പ്ലാൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ പലപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിലും പോകുമ്പോൾ ഒന്നുകിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ നമ്മൾ തന്നെ റെൻറ്റിനെടുത്ത് ഡ്രൈവ് ചെയ്യണ ഒരു കാർ എടുക്കുക, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. അപ്പോൾ ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്ക് ഒരു കാർ റെൻറ്റിനെടുത്ത് തുടങ്ങി. കാരണം ഐലൻഡുകൾക്കൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കാർ അല്ലെങ്കിൽ സ്കൂട്ടർ റെൻറ്റിനെടുത്ത് ഓടിക്കാൻ വളരെ സൗകര്യമാണ്. കാരണം കുറച്ച് ഏരിയയേ ഉള്ളൂ, നമുക്ക് ഏകദേശം എല്ലായിടം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഐലൻഡിൽ തന്നെ ശരിക്കും ബീച്ചുകളുണ്ട്, അത് 4 ചുറ്റും ബീച്ചുകളാണ്. ആ മെയിനായിട്ടുള്ള അട്രാക്ഷൻസും ബീച്ചാണ്. ആ ബീച്ച് കൂടാതെ നാഷണൽ പാർക്കുകൾ അങ്ങനെയുള്ള കുറച്ച് അല്ലാതുള്ള അട്രാക്ഷനും ഉണ്ട്. പിന്നെ ഫുഡ് ഇന്ത്യൻ ഫുഡ് അല്ലാതെ യൂറോപ്യൻ ഫുഡൊക്കെ കിട്ടും. ഇന്ത്യൻ ഫുഡായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പം കൂടുതലും യൂറോപ്യൻസ് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയും കൂടെ ആയിരിക്കും ഈ മൗറീഷ്യസിൽ വരിക. ഹോട്ടൽ ബുക്ക് ചെയ്തു. അടുത്ത് ഞങ്ങൾ കാറ് റെൻറ്റിനെടുക്കുന്നതിനെ പറ്റി നോക്കി. അങ്ങനെ കുറച്ച് ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കി അങ്ങനെ ഒരു കാറ് കണ്ടുപിടിച്ചു. അത് ഏകദേശം ഒരു 3000 രൂപ പെർ ഡേ കാർ റെൻറ്റിനാണ്. അത് അവിടുത്തെ അല്ല, ഒരുവിധപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം കാർ റെൻറ്റിൻ്റെ പ്രത്യേകത നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് കാർ റെൻറ്റിനെടുക്കുക. ക്രെഡിറ്റ് കാർഡാണ് അതിൻ്റെ ഒരു സെക്യൂരിറ്റി പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഫുൾ ടാങ്ക് പെട്രോൾ വെച്ചിട്ടാണ് നമുക്ക് തരിക. അതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പം ഫുൾ ടാങ്ക് പെട്രോൾ ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അത് മിക്കവാറും അൺലിമിറ്റഡ് മൈലേജ്, അതായത് നമുക്ക് എത്ര വേണോ ഓടാന്നുള്ളതായിരിക്കും. പക്ഷേ ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു ദിവസം ഇത്ര കിലോമീറ്റർ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിപ്പം ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ ഇൻഷുറൻസ്. അത് നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിലും ഫുൾ ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡെസ്കിൽ നിന്ന് വേണമെങ്കിൽ ഫുൾ ഇൻഷുറൻസ് എടുക്കാം. ഫുൾ ഇൻഷുറൻസ് എടുത്താലുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എന്തെങ്കിലും ചെറിയ തട്ടാമുട്ടൊക്കെ വന്നാലും നമുക്ക് ഒരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിശ്ചിത എമൗണ്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതായിരിക്കും അവരുടെ ഒരു കാറിനുള്ള സെക്യൂരിറ്റി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഫുൾ ഇൻഷുറൻസ് നല്ലതായിരിക്കും. മൗറീഷ്യസിൽ 1 ലിറ്റർ പെട്രോളിന് 61.2 മൗറീഷ്യൻ റുപ്പീസാണ്. അത് ഇവിടുത്തെ 116 രൂപയ്ക്ക് തുല്യമാണ്. അപ്പം ഫുൾ ടാങ്ക് പെട്രോളുമായിട്ടാണ് തരണതെന്ന് ഞാൻ പറഞ്ഞ് നമുക്ക് എയർപോർട്ടിൽ തന്നെ ഡെലിവറി ആയിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ഔട്ട്ലെറ്റിൽ ചെന്ന്, അതായത് എയർപോർട്ടിനകത്തുള്ള അവരുടെ കൗണ്ടറിൽ പോയാൽ തന്നെ നമുക്ക് കാർ കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാർ എടുത്തിട്ട് ഞങ്ങൾ ഈ 6 നൈറ്റാണ് ഞങ്ങൾ അവിടെ മൗറീഷ്യസിൽ സ്റ്റേ. അപ്പോൾ 6 നൈറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 6 നൈറ്റും 7 ഡേയോളം കിട്ടും. ചില ദിവസം രാവിലെയാണ് എത്തുക. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഓരോ ദിവസത്തെയും ഐറ്റിനറി സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള എവിടെയൊക്കെയാണ് കാണേണ്ടതെന്നുള്ള മെയിൻ അട്രാക്ഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഐറ്റിനറി ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ വിശദമായിട്ടില്ല. ഇത് എങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്നുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. താങ്ക് യു.